നമസ്കാരം. പ്രധാന വാർത്തകൾ. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനമിറക്കി. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയാണ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഞ്ചാവ് കേസ്. പ്രതിഭയുടെ മകനടക്കം 7 പേരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു. അമ്പലപ്പുഴ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 2 പ്രതികൾ മാത്രമാണുള്ളത്. പ്രതിഭയുടെ മകൻ കനിവിനെ 9ാം പ്രതിയായി ആദ്യം FIR ഇട്ട കേസിലാണ് കനിവ് ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കി കുറ്റപത്രം. തെളിവുകളുടെ അഭാവത്തിൽ 7 പേരെ ഒഴിവാക്കിയതായി എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഡിസംബർ 28-നാണ് ആലപ്പുഴ തകഴിയിൽ നിന്ന് പ്രതിഭ MLAയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. കേസിൽ 9ാം പ്രതിയായിരുന്നു കനിവ്. കഞ്ചാവ് കൈവശം വെച്ചതിനും പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനുമായിരുന്നു കേസ്. ഷഹബാസ് കൊലക്കേസ്. പ്രതികളായ 5 വിദ്യാർത്ഥികളും +1 പ്രവേശനം നേടി. 3 പേർ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരാൾ സെന്റ് ജോസഫ് HSSലും മറ്റൊരാൾ ഗവൺമെന്റ് VHSS കുറ്റിച്ചിറയിലുമാണ് പ്രവേശനം നേടിയത്. താമരശ്ശേരിയിൽ 2 വിദ്യാർത്ഥികൾ താൽക്കാലികമായും ഒരാൾ സ്ഥിരപ്രവേശനവുമായാണ് നേടിയത്. തൃപ്തികരമല്ല എന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് റിപ്പോർട്ടാണ് സ്കൂൾ അധികൃതർ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് നൽകിയെങ്കിലും ഇക്കാരണത്താൽ പ്രവേശനം നിഷേധിക്കാനാവില്ല എന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സ്കൂളിന് ലഭിച്ചത്. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചത്. പ്രവേശനം നേടാനായി പോലീസ് അകമ്പടിയോടെ കുട്ടികളുമായി എത്തിയ വാഹനം KSU MSF പ്രവർത്തകർ തടഞ്ഞു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ ഷൗബിൻ ഷാഹിറിന് നോട്ടീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. മരട് പോലീസാണ് നോട്ടീസ് നൽകിയത്. സൗബിൻ ഷാഹിറിന് പുറമെ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ഉത്തരവ്. സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതറയുടെ പരാതിയിലാണ് സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നിലമ്പൂരിൽ ചിത്രം തെളിയുന്നു. കത്രികയിൽ കസറാൻ അൻവർ. 4 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായിരുന്നു ഇന്ന്. പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് ഇനി മത്സര രംഗത്തുള്ളത്. PV അൻവറിന്റെ അപരനായി കരുതിയിരുന്ന അൻവർ സാദത്ത് എന്ന സ്ഥാനാർത്ഥി അടക്കം പിന്മാറി. SDPയുടെ അപര സ്ഥാനാർത്ഥിയും പിന്മാറിയിട്ടുണ്ട്. അതേസമയം നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന് കത്രിക ചിഹ്നം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓട്ടോറിക്ഷ, കത്രിക, കപ്പാൻ സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഇതിൽ 2ാമത്തെ ചിഹ്നമായ കത്രിക അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു PV അൻവർ മത്സരിച്ചത്. വാഹനമോഷണം. BJP നേതാവിന്റെ മകൻ അറസ്റ്റിൽ. BJP എറണാകുളം സോണൽ പ്രസിഡന്റ് MA ബ്രഹ്മരാജന്റെ മകൻ വാഹനമോഷണ കേസിൽ അറസ്റ്റിൽ. തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ഫിനാൻസ് കമ്പനി ലേലത്തിൽ വിറ്റ ജീപ്പാണ് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ മോഷ്ടിച്ചത്. ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്ത് ഉൾപ്പെടെ 5 പേരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം സ്വദേശികളായ ജോയ്മോൻ, എറണാകുളം സ്വദേശികളായ ഉമർ ഉൾ ഫാറൂഖ്, അഭിജിത്ത്, രാഹുൽ, മുഹമ്മദ് ബാസിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ജോയ്മോൻ വാങ്ങിയ ജീപ്പാണ് തിരിച്ചടവ് മുടങ്ങിയതോടെ സ്വകാര്യ ഫിനാൻസ് കമ്പനി പിടിച്ചെടുത്തത്. തുടർന്ന് ലേലത്തിൽ വിറ്റപ്പോൾ നെടുങ്കണ്ടം സ്വദേശി അൻസാരി സലീമാണ് ഫിനാൻസ് കമ്പനിയിൽ നിന്നും വാഹനം വാങ്ങിയത്. ഈ വാഹനം യുവാക്കൾ നെടുങ്കണ്ടത്ത് നിന്ന് മോഷ്ടിക്കുകയായിരുന്നു. പെൺകുട്ടിയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയത്താണ് സംഭവം. തിരിച്ചു വന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് നല്ലേപ്പള്ളി ഒലിവുംപൊറ്റയിൽ സെൽഫിന്റെ മകൾ സമൃദ്ധയെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10ാം ക്ലാസ് കഴിഞ്ഞ പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട വായിൽ തുണി തിരുകി പണം അപഹരിച്ചു. ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി പണം അപഹരിച്ചു. അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷ സന്തോഷിനെയാണ് കെട്ടിയിട്ട് ചികിത്സയ്ക്ക് കരുതിയിരുന്ന പണം അപഹരിച്ചത്. ക്യാൻസർ ബാധിതരായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഉഷ. കഴിഞ്ഞ ദിവസം കീമോതെറാപ്പി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്താണ് മോഷണം. കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇവരുടെ വായിൽ തുണി തിരികെയാണ് പേഴ്സിലുണ്ടായിരുന്ന 16,500 രൂപ കവർന്നത്. അയൽവാസികൾ ഇവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടിമാലി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു.
ആലപ്പുഴയിൽ യുവാവിന്റെ ബൈക്കിന് പിന്നിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ചു. തൽക്ഷണം ദാരുണാന്ത്യം. ആലപ്പുഴ പൂച്ചാക്കലിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇന്ന് വെളുപ്പിന് പാണാവള്ളി കാണാട്ടുകലങ്കിന് സമീപമായിരുന്നു അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് തൽക്ഷണം മരിച്ചു. അരൂക്കുറ്റി നദുവത്ത് നഗർ കൊട്ടാരത്തിൽ പരേതനായ നകുലിന്റെ മകൻ KN രാഹുലാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. രാഹുൽ സഞ്ചരിച്ച ബൈക്കിൽ ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. അപകടം നടന്നതിന് പിന്നാലെ പൂച്ചാക്കൽ പോലീസ് തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബക്രീദ് അവധി വിവാദത്തിൽ തിരുത്തുമായി സർക്കാർ. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ബക്രീദ് അവധി വിവാദത്തിൽ കടുംപിടുത്തം വിട്ട സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ 6 അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും. 1 മുതൽ 12 വരെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവും അറിയിച്ചു.